ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ കോൺസെപ്റ്റ്സ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഡിസൈൻ കോൺസെപ്റ്റാണ് ഇനി പറയുന്നത്. ഓക്കെ, so object oriented design is a popular design approach for analyzing and design an application. Okay, most of the languages നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. C++, പിന്നെ ജാവ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ .NET are used to use object oriented design concept. ഓക്കെ, ഇപ്പോൾ C++, ജാവ, .NET ഇതെല്ലാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഡിസൈൻ മെത്തേഡ്സ് സച്ച് ആസ്, ഇപ്പം നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഊപ്സ് കോൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ക്ലാസ്, ഒബ്ജക്റ്റ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, ഡൈനാമിക് ബൈൻഡിങ്, ഇൻഫർമേഷൻ ഹൈഡിങ്, ഇൻ്റർഫേസ്, കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടർ. ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? ബൈൻഡിങ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. അതായത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ. ഓക്കെ, ബൈൻഡിങ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. നമ്മൾ ഊപ്സ് കോൺസെപ്റ്റിൽ 3 ബേസിക് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്ന് എൻക്യാപ്സുലേഷൻ, വേറെ ഒന്ന് ഇൻഹെറിറ്റൻസ്, വേറെ ഒന്ന് പോളിമോർഫിസം. ഇതാണ് 3 ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ എൻക്യാപ്സുലേഷന് എക്സാമ്പിളാണ് നമ്മളുടെ എന്തെന്ന് പറഞ്ഞാൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾക്ക് സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്, ക്ലാസ് സ്റ്റുഡൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ സ്റ്റുഡൻറ്റ് S1 ഈസ് ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ മെമ്മറിയിൽ എന്താണ്? S1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, സ്റ്റുഡൻറ്റ് S1 ഈസ് ഈക്വൽ ടു വാട്ട്? ന്യൂ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ ന്യൂ കീവേഡ് എന്തിനാണ്? മെമ്മറി അലോക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യും? മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ദെൻ S1 എന്ന് പറയുന്നത് എന്തായി മാറി? സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റായി മാറി. ഓക്കെ, മനസ്സിലായല്ലോ? ദെൻ ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഇപ്പോൾ ക്ലാസ് സ്റ്റുഡൻറ്റിൽ ID ഉണ്ടാവും, നെയിം ഉണ്ടാവും, ഓക്കെ. ദെൻ ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും അതൊക്കെ ഈ S1 എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് S1.ID ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുത്തു. S1.name ഈസ് ഈക്വൽ ടു അരുൺ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. ഓക്കെ, S1.age ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പം മെമ്മറി ലൊക്കേഷനിൽ ഈ S1 ഉള്ള സ്ഥലത്ത് എന്തൊക്കെ സ്റ്റോർ ആവും? റോൾ നമ്പർ 1 ആണ്, അരുണാണ്. ഓക്കെ, അവരുടെ ഏജ് എത്രയാണ്? 20. ഇത്രയും ഈ മെമ്മറി ലൊക്കേഷനിൽ വന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ S1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റാണ്. ഓക്കെ, റോൾ നമ്പർ 1 അരുൺ എന്ന പേരുള്ള ഒരാളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് ഈ സ്റ്റുഡൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പോളിമോർഫിസം എന്താണ്? യൂസിങ് ദി സെയിം തിങ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. ഒരു കാര്യം തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ C++ൽ നിങ്ങൾ എന്താണ് മെത്തേഡ് ഓവർലോഡിങ് പഠിച്ചിട്ടുണ്ടാവും, പിന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ജാവയിൽ എന്താണ് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഓപ്പറേറ്റർ ഓവർലോഡിങ് അവർ കളഞ്ഞിട്ടുണ്ട്. പകരം എന്താണ് മെത്തേഡ് ഓവർലോഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോളിമോർഫിസം എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, പോളിമോർഫിസം 2 ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡൈനാമിക് പോളിമോർഫിസം ആൻഡ് സ്റ്റാറ്റിക് പോളിമോർഫിസം. ഓക്കെ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കമ്പൈൽ ടൈമിലുള്ളതാണ് സ്റ്റാറ്റിക് പോളിമോർഫിസം. ഓക്കെ, കമ്പൈൽ ടൈമിലുള്ളതാണ് സ്റ്റാറ്റിക് പോളിമോർഫിസം. സോ ഇതിന് എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ മെത്തേഡ് ഓവർലോഡിങ് മാറിപ്പോവരുത് കേട്ടോ. സ്റ്റാറ്റിക് പോളിമോർഫിസത്തിലാണ് മെത്തേഡ് ഓവർലോഡിങ് വരുന്നത്. ഡൈനാമിക് പോളിമോർഫിസത്തിൽ എന്താ വരുന്നത്? മെത്തേഡ് ഓവർ റൈഡിങ്.
ഓക്കെ, അപ്പം ഇതെന്താണ് മെത്തേഡ് ഓവർലോഡിങ് എന്താ പറയുന്നത്, സെയിം മെത്തേഡ് നെയിം തന്നെ ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഒരേ ഫങ്ഷൻ നെയിം തന്നെ ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മളുടെ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ എന്ത് ചെയ്യുക, ട്രയാങ്കിളിന് യൂസ് ചെയ്യുക, പിന്നെന്താണ് സ്ക്വയറിന് യൂസ് ചെയ്യുക, പിന്നെ റെക്റ്റാങ്കിളിന് യൂസ് ചെയ്യാം. ഓക്കെ, സെയിം നെയിം തന്നെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ, സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ, പിന്നെ എന്താണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ യൂസ് ചെയ്യുക. സെയിം നെയിം, പക്ഷേ എന്താണ് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ പൈ ആർ സ്ക്വയർ ആണ്, അപ്പം നമ്മൾ ഡബിൾ ആർ. ഓക്കെ, സ്ക്വയർ ആവുന്ന സമയത്ത് എന്താണ് നമുക്ക് ഇൻറ്റ് എ. സ്ക്വയർ ആകുമ്പം എ സ്ക്വയർ അല്ലേ. ഓക്കെ, സ്ക്വയർ ആകുമ്പം എ സ്ക്വയർ ആണ് നമ്മളുടെ ഫോർമുല. ഇത് പൈ ആർ സ്ക്വയർ ആണ് നമ്മളുടെ ഫോർമുല. പൈ കോൺസ്റ്റൻ്റ് ആണ്, 3.14 ആണ്, അപ്പോൾ അത് നമ്മൾ നോക്കണ്ട, പൈ ആർ സ്ക്വയർ. ദെൻ റെക്റ്റാങ്കിൾ ആകുമ്പം എന്താണ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഡിഫറെൻ്റ് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്യുന്നു. അപ്പം എന്താണ് ഫസ്റ്റ് ഇതിൽ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, സെയിം മെത്തേഡ് നെയിം ആണ്. അപ്പോൾ ഇത് ട്രയാങ്കിളിനാണോ സ്ക്വയറിനാണോ റെക്റ്റാങ്കിളിനാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഫസ്റ്റ് നോക്കുന്നത് എന്താണ്, ടൈപ്പ്. ഫസ്റ്റ് നോക്കുന്നത് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, എത്ര നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് നോക്കുന്നത് എന്താണ്, ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്, ഏത് ടൈപ്പാണ്. ഓക്കെ, മൂന്നാമത്തെ നോക്കുന്നത് എന്താണ്, സീക്വൻസ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. മനസ്സിലായല്ലോ, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, തേർഡ് വൺ ഈസ് സീക്വൻസ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇപ്പോൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര നമ്പർ പാസ് ചെയ്യുന്നുണ്ട്, എത്ര പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏരിയൻ്റെ ഉള്ളിൽ നമ്മൾ ട്രയാങ്കിളിനാകുമ്പം ഒരു ആർഗ്യുമെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് സ്ക്വയറിനാകുമ്പം ഒരു ആർഗ്യുമെൻറ്റ്, പക്ഷേ റെക്റ്റാങ്കിളിന് 2 ആർഗ്യുമെൻറ്റ്. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഏരിയ ഓഫ് 2.5 ഇതാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഏരിയ ഓഫ് 2.5 ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പം ഏരിയ ഓഫ് 2.5 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വന്ന് നോക്കും, ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് ആണ്, അപ്പം ഡബിൾ ആറും ഉണ്ട്, ഇൻറ്റു എയും ഉണ്ട്, അത് പെൻഡിങ് വയ്ക്കും. ദെൻ നമ്മളുടെ ലാസ്റ്റത്തെ ആ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, അത് അവിടുന്ന് കട്ട് ചെയ്യും. അടുത്ത എന്താണ്, ഇനി അടുത്തത് ഇവിടെ 2 നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് സെയിം ആണ് അല്ലേ, ട്രയാങ്കിളിൻ്റെ ഡബിൾ ആറും മറ്റേത് ഇൻറ്റു എയും, അപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ആണ്, അത് അവിടെ വയ്ക്കും. ദെൻ എന്താണ് അടുത്ത എന്താ, ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ് നോക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 2.5 ആണ് പാസ് ചെയ്യുന്നത്. സോ 2.5 എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇവിടെ ഒന്ന് ഡബിളും ഉണ്ട്, ഒന്ന് എന്തും ഉണ്ട്, ഇൻറ്റും ഉണ്ട് അല്ലേ. അപ്പം 2.5 എന്ന് പറയുന്നത് എന്താണ്, ഡബിളാണ്. അപ്പം ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കട്ട് ചെയ്യും, എന്തിനെ എടുക്കും, ഡബിൾ ആറിന് എടുക്കും. മനസ്സിലായല്ലോ. ദെൻ ഇപ്പം അത് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് നോക്കി. ഇനി എന്താണ് വേറൊരു കേസ് എന്ന് പറയുന്നത് സീക്വൻസ് പറഞ്ഞാൽ ഓർഡർ. കാരണം ഇപ്പം ഏരിയ ഓഫ് ഒന്ന് നമുക്ക് ഇൻറ്റ് എ ഡബിൾ ബി എന്നാണ് നമുക്കുള്ളത്. ഓക്കെ, സോറി, അടുത്തത് ഡബിൾ ബി എന്നാണുള്ളത്. നെക്സ്റ്റ് ഏരിയ ഓഫ്, ഇനിയും നമുക്ക് ഇത് ഒരു കാൽക്കുലേഷൻ നമ്മൾ യൂസ് ചെയ്തു. ഇനി വേറൊരു കാൽക്കുലേഷനിലും ഇപ്പം ഇവിടെ എ ഇൻറ്റു ബി അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചോ. ഓക്കെ, വേറെ ഒന്നിൽ എ ഇൻറ്റു ബി ഇൻറ്റു ബി സ്ക്വയർ. ഓക്കെ, എ ഇൻറ്റു ബി ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും ഫോർമുല വ്യത്യാസമാണ്, പക്ഷേ നമ്മൾ പാസ് ചെയ്യുന്നത് ഒരേ സംഭവം തന്നെയാണ്. അതായത് ഇൻറ്റു എയും ഡബിൾ ബിയും ആണ് എനിക്ക് പാസ് ചെയ്യേണ്ടത്. അതെന്താ, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞിട്ടുള്ള കാൽക്കുലേഷന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാൽക്കുലേഷൻ എന്താ, എനിക്ക് എ ഇൻറ്റു ബി. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം എന്താ, എനിക്കിവിടെ എ ഇൻറ്റു ബി ആണ് ഉള്ളത്. ഓക്കെ, ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്ന ഫംഗ്ഷൻ എ ഇൻറ്റു ബി ആണ്. അടുത്തത് എനിക്ക് എ ഇൻറ്റു ബി കിട്ടണം. അപ്പം ഞാൻ സെയിം പാരാമീറ്റർ തന്നെയാണ് പാസ് ചെയ്യേണ്ടത്, പക്ഷേ എന്താണ് കാൽക്കുലേഷൻ വ്യത്യാസമാണ്. അപ്പോൾ എനിക്ക് വേറൊരു മെത്തേഡ് വേണം. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇൻറ്റ് എ ഡബിൾ ബി എന്ന് എനിക്ക് കൊടുക്കാൻ പറ്റില്ല സെയിം. കാരണം എന്താണ്, അവർ പറയും ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. ഓക്കെ, ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി കൊടുക്കും. ഫസ്റ്റ് എന്താണ്, ഡബിൾ
ബി, ഫസ്റ്റ് ഡബിൾ ബി പാസ് ചെയ്ത് കൊടുക്കും, പിന്നെ ഇൻറ്റ് എ പാസ് ചെയ്ത് കൊടുക്കും. മനസ്സിലായല്ലോ? ഫസ്റ്റ് ബിയും ഡബിൾ ബിയും ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡിൽ എയും ബിയും, ഓക്കെ, ഇൻറ്റ് എയും ഡബിൾ ബിയും ആണ്. അടുത്തതിൽ ഡബിൾ ബിയും ഇൻറ്റ് എ. അതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം മനസ്സിലായോ? ഓക്കെ, അതാണ് പോളിമോർഫിസത്തിൽ വരുന്നത്. ഇതൊക്കെ എന്തിനാണ്? ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവ് എൻവിറോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ പർപ്പസ് എന്ന് പറയുന്നത്. എന്താണ്? ഓരോ കമ്പനിയിലും അവരുടേതായൊരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു ഫ്രെയിം വർക്ക് വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്നിട്ട് തന്നെയാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറയും നിങ്ങൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടോളൂ, പക്ഷേ എൻ്റെ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു മെയിനായിട്ടുള്ള ഒരാൾ ഒരു ക്ലാസ് എഴുതിയിരിക്കും. നിങ്ങൾ എന്താണ്, ജൂനിയേഴ്സാണ്. അപ്പോൾ അങ്ങനെ ജൂനിയറായി വരുന്നവർക്ക് എന്താണ്, പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്ത് തരുള്ളൂ? അവരുടെ ക്ലാസ്സുകളിൽ എന്തൊക്കെ ആക്സസ് ചെയ്യാനുള്ള സംഭവങ്ങളെ തരുള്ളൂ. ഇപ്പം നിങ്ങൾ ജാവയിലൊക്കെ യൂസ് ചെയ്യുമ്പം എന്താണ്, ഫിൽ റെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജാവയിൽ എന്ത് യൂസ് ചെയ്യുന്നു? ഫിൽ റെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം യൂസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ മനസ്സിലായല്ലോ? ഇപ്പം സിയിൽ നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നു, അപ്പം നിങ്ങൾ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്താലേ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെയാണ് ഇവിടെയും. ഓക്കെ, എന്താണ് അവർ പറയും നിങ്ങളോട്, നിങ്ങൾ ട്രയാങ്കിൾ കണ്ടോളൂ, പക്ഷേ എൻ്റെ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. നിങ്ങൾ സ്ക്വയർ കണ്ടോളൂ, പക്ഷേ ഞങ്ങളുടെ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങളോട് പറയും. അപ്പോൾ എന്താണ്, ഒരു യൂണിഫോമിറ്റി വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോളിമോർഫിസം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾ സി, അപ്പോൾ അവരെഴുതിയത് സി ഏരിയ ആണ്, വേറൊരാൾ അയാൾ സി, അവിടെയുള്ള മെയിൻ ആൾ സി ഏരിയ എന്ന് എഴുതി, വേറെ ട്രയാങ്കിളിന് ടി എ എന്ന് മാത്രം എഴുതി. അപ്പോൾ ഇതെന്താണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു കോമൺ നെയിം ആണെങ്കിൽ നമുക്ക് ഓക്കെ, ഏരിയ ആയിരിക്കും, ഏരിയ ആണ് ഏരിയ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പം ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അതാണ് പോളിമോർഫിസം. പിന്നെ ഡൈനാമിക് പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഇൻഹെറിറ്റൻസിൽ വരുന്നതുമാണ്. എന്താണ്, മെയിൻ ക്ലാസ് അല്ലേ, സൂപ്പർ ക്ലാസ്സിലുള്ള മെത്തേഡ് തന്നെ എന്താണ്, സബ് ക്ലാസ്സിൽ സെയിം. ഇപ്പം വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ, അത് സൂപ്പർ ക്ലാസ്സിനെ എന്ത് ചെയ്തു, എക്സ്റ്റെൻസ് എന്താണ്, സബ് ക്ലാസ് എക്സ്റ്റെൻസ് വാട്ട്, സൂപ്പർ ക്ലാസ്. ഓക്കെ, സൂപ്പർ ക്ലാസ്സിനെ ഇൻഹെർട്ട് ചെയ്ത സമയത്ത് സെയിം മെത്തേഡ് നെയിം തന്നെ കൊടുത്തു, വോയിഡ് ഡിസ്പ്ലേ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, മെത്തേഡ് ഓവർറൈഡിങ്. മെത്തേഡ് ഓവർലോഡിങ്ങിൽ എന്താണ്, സെയിം മെത്തേഡ് നെയിം ആയിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് ആയിരിക്കും അതിലുള്ള പാരാമീറ്റേഴ്സൊക്കെ. ഇവിടെ എന്താണ്, സെയിം തന്നെ ആയിരിക്കും. എന്താണ്, പാരൻറ്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും വരുന്ന മെത്തേഡ് സെയിം ആയിരിക്കും, അതായത് സെയിം ഫംഗ്ഷൻ നെയിം തന്നെയായിരിക്കും. പിന്നെന്താണ്, ആർഗ്യുമെൻറ്റ്സും സെയിം തന്നെയായിരിക്കും. അതാണ് മെത്തേഡ് ഓവർറൈഡിങ്. ഔട്ട്പുട്ട് കിട്ടുക നമുക്ക്, ഇപ്പം നമുക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടുക എന്തായിരിക്കും, ചൈൽഡ് ക്ലാസ്സിൻ്റെ ആയിരിക്കും. അപ്പം സൂപ്പർ ക്ലാസ്സിൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് ആ ഒരു ഫംഗ്ഷനെ നമ്മളുടെ ഫംഗ്ഷനാക്കി മാറ്റുക. അതാണ് എന്ത്, മെത്തേഡ് ഓവർറൈഡിങ്ങിൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെയാണ് സൂപ്പറിൻ്റെ ഒക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇവിടെ വോയിഡ് ഡിസ്പ്ലേയിൽ ഹലോ ആണ് ഡിസ്പ്ലേ ചെയ്യിച്ചത്, ഇവിടെ സബ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഹായ് ആണ് പ്രിൻ്റ് ചെയ്യിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുക. സബ് എസ് ഇസ് ഈക്വൽ ടു ന്യൂ സബ്. ഓക്കെ, ദെൻ എസ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തേ മാത്രമേ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് ഹായ് മാത്രമാണ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തും കൂടെ കിട്ടണം, ഹലോയും കൂടെ കിട്ടണം. ഹലോ കൂടെ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് യൂസ് ചെയ്യണം, ഹലോയും കൂടെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഞാൻ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ? സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, സൂപ്പർ ക്ലാസ്സിനെ ആക്സസ് ചെയ്യാം, സൂപ്പർ ക്ലാസ് ഡിസ്പ്ലേനെ ആക്സസ് ചെയ്യാം. അപ്പോൾ എനിക്ക് അവിടെ ഔട്ട്പുട്ട് എന്ത് വരും, ഹലോ എന്ന് പറഞ്ഞിട്ട് വരും. മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ ഇൻഹെറിറ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്, ഡിറൈവിങ് എ ന്യൂ ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ്. സോ ദി ഡിറൈവ്ഡ് ക്ലാസ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടി പ്ലസ് പ്രോപ്പർട്ടി ഓഫ് ദി പാരൻറ്റ് ക്ലാസ്. ഓക്കെ, ചൈൽഡ് ക്ലാസ്സിന് പാരൻറ്റ് ക്ലാസ് ഡിറൈവ് ചെയ്യുക. സോ വരുന്ന ചൈൽഡ് ക്ലാസ്സിന്
പാരൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, പ്ലസ് എന്താണ് ചൈൽഡിൻ്റെ പ്രോപ്പർട്ടിയും ഉണ്ടായിരിക്കും. ഓക്കെ, ഡൈനാമിക് ബൈൻഡിങ് അതാണ് ഡൈനാമിക് പോളിമോർഫിസിൽ പറയുന്നത്. ദെൻ ഇൻഫോർമേഷൻ ഹൈഡിങ്, അതായത് നമ്മളുടെ അബ്സ്ട്രാക്ഷനിൽ എന്താണ് സ്കെലിറ്റൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് അത് നോക്കി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അബ്സ്ട്രാക്റ്റ് കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അബ്സ്ട്രാക്റ്റ് ക്ലാസ് നെയിം. ഓക്കെ, ദെൻ ഇതിൻ്റെ ഉള്ളിൽ ഓൺലി എന്താ മാത്രമേ ഉള്ളൂ, ഡിക്ലറേഷനേ ഉള്ളൂ. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഏത് ക്ലാസ് ആണോ അത് ഇൻഹെർട്ട് ചെയ്യുന്നത് അവരാണ് ഇതിന് ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്നത് അല്ലേ. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിന് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ്, ഇപ്പോൾ അബ്സ്ട്രാക്റ്റ് വോയിഡ് ഡിസ്പ്ലേ, അപ്പോൾ എന്താണ് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സൊക്കെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിലാണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആരാണോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് അവർക്കാണത് കിട്ടുക. ഞാൻ എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബ്സ്ട്രാക്റ്റിന് വെഹിക്കിളിൻ്റെ എക്സാമ്പിൾ, കാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മല്ലേ, സാൻഡ്രോവും എന്താണ് മാരുതിയും. ഓക്കെ, കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമൺ ക്ലാസ്. ഓക്കെ, ആ ക്ലാസ്സിലുള്ള 2 മെത്തേഡ്സാണ് എന്ത്, സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങും ബ്രേക്കിങ്ങും. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം, സ്റ്റിയറിങ്ങും ബ്രേക്കിങ്ങും എന്താണ് എല്ലാ കാറുകൾക്കും ഉണ്ടാവും. സാൻഡ്രോ ആയിക്കോട്ടെ മാരുതി ആയിക്കോട്ടെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. പക്ഷേ എന്താണ് അത് ഡിഫറെൻറ്റ് ഫങ്ഷണാലിറ്റിയാണ് ചെയ്യുന്നത്. അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ബ്രേക്ക് ആവുന്ന സമയത്ത് സാൻഡ്രോയിൽ അപ്ലൈ ചെയ്യുന്ന ഇതല്ല മാരുതിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ആംഗിളും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പം കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് അതിൽ കോമൺ ആയിട്ടുള്ള ഫങ്ഷൻസ്, കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പം കാറിനെ എന്താണ് ഇൻഹെർട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ആര്, മാരുതിയും അതുപോലെ തന്നെ എന്തും സാൻഡ്രോവും. മനസ്സിലായല്ലോ. അപ്പം സാൻഡ്രോയിൽ അപ്പോൾ എന്ത് കിട്ടും, സ്റ്റിയറിംഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫങ്ഷൻ അത് അതിൻ്റേതായ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു. മനസ്സിലായല്ലോ. ഓക്കെ, ഡേറ്റ ഹെഡിങ്. പിന്നെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ലൈഫ് ലോങ് അതിൽ ഒരു ചേഞ്ചും വരില്ല, അത്രയും ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർഫേസിൽ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കാര്യം, അതായത് ജാവയിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യാനും കൂടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം എന്താണ് ജാവയിലൊക്കെ ആവുന്ന സമയത്ത് ഒരു ക്ലാസ്സിന് അറ്റ് എ ടൈം ഒരു ക്ലാസ്സിനെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഇൻഹെർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മോർ ദാൻ 1 ക്ലാസ്സിന് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഹെർട്ട് ചെയ്യാൻ പറ്റില്ല. അറ്റ് എ ടൈം ഒരു ക്ലാസ്സിനെ മാത്രം. അപ്പം നമ്മളിലൊക്കെ എന്താണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ക്ലാസ് എ എക്സ്റ്റെൻസ് ബി. ഓക്കെ, അപ്പോൾ ഒറ്റ ടൈം നമുക്ക് ഒരു ക്ലാസ്സിനെയാണ് ഇൻഹെർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേറൊരു ക്ലാസ്സിനെയും കൂടെ നമ്മളുടെ ഇതിലേക്ക് യൂസ് ചെയ്യണം ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് C നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഇൻ്റർഫേസ് യൂസ് ചെയ്യുക. അപ്പം ക്ലാസ് എ എക്സ്റ്റെൻസ് ബി ഇംപ്ലിമെൻറ്റ്സ് C. അത് C എന്ന് പറയുന്നത് ഇൻ്റർഫേസ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ത്രെഡൊക്കെ പഠിക്കുമ്പം കാണാം. ഓക്കെ, ത്രെഡിന് 2 എണ്ണം ഉണ്ട്. റണ്ണബിൾ എന്ന് പറഞ്ഞ ഇൻ്റർഫേസ്, ത്രെഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. റണ്ണബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർഫേസ് വെച്ചിട്ടും എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടും റണ്ണബിൾ എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ജാവയിൽ ഇംപ്ലിമെൻറ്റ്സ് ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഇൻ്റർഫേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണാം. അപ്പം നമ്മൾക്ക് ഒരു 2 അപ്പം നമുക്ക് ത്രെഡിനെ റണ്ണബിൾ എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ത്രെഡ് ക്ലാസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് എനിക്ക് ക്ലാസ് എ എക്സ്റ്റെൻസ് ബി എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ദെൻ എനിക്ക് എന്ത് വേണം, ത്രെഡിനെയും കൂടെ ആക്സസ് ചെയ്യണം. അപ്പോൾ എനിക്ക് എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി ബി എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ്സ് ആര് യൂസ് ചെയ്യും, റണ്ണബിൾ. മനസ്സിലായല്ലോ. ദെൻ എനിക്ക് ത്രെഡ് ഡോട്ട് സ്റ്റാർട്ടോ ത്രെഡിൻ്റെ എല്ലാ ഫങ്ഷനും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ എന്ത് യൂസ് ചെയ്യുന്നത്,
ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്. ദെൻ കൺസ്ട്രക്ടർ ആൻഡ് ഡിസ്ട്രക്ടർ. കൺസ്ട്രക്ടർ എന്ത് തന്നെയാണ്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ മെമ്മറി അലോക്കേഷൻ പോസിബിൾ ആക്കുന്നതാണ് കൺസ്ട്രക്ടർ. ഡിസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യുക. നമ്മളെ ജാവയിൽ ഗാർബേജ് കളക്ടർ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളും. ഓക്കെ, ഗാർബേജ് കളക്ടർ .gcc എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോൾ ചെയ്യാം മാനുവലി. ഓക്കെ, then the main advantages of object oriented design is that improving the software development and maintainability. ഓക്കെ, അപ്പോൾ ഏറ്റവും അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും മെയിൻ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിനബിലിറ്റി, ഡെവലപ്മെൻറ്റ്, ഇംപ്രൂവിങ് ദി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻറ്റെയിനബിലിറ്റി അല്ലേ. ഇപ്പം നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്, അപ്പം ക്ലാസ്സുകളാക്കിയിട്ട്, അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ആര് വരുന്നുണ്ട്? ഇൻഹെറിറ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, then another advantages is faster and low cost development and create a high quality software. Okay, the disadvantages of object oriented is large program size and it is not suitable for all types of program. Okay, size കൂടുതലായിരിക്കും. Then design classes. A set of design classes refine the analysis class by providing design details. Okay, അപ്പം ഇതിൽ പറയുന്ന 5 ക്ലാസ്സുകളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വൺ ഈസ് യൂസർ ഇൻ്റർഫേസ് ക്ലാസ്. എന്തിനായിരിക്കും യൂസർ ഇൻ്റർഫേസസ് ക്ലാസ്സുകൾ? അത് യൂസർക്ക് ഇൻട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് യൂസർ ഇൻ്റർഫേസ് ക്ലാസ്സസ്. ഓക്കെ, ദീസ് ക്ലാസ്സസ് ആർ ഡിസൈൻ ഫോർ ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷൻ. ദീസ് ഇൻ്റർഫേസ് ക്ലാസ്സസ് ഡിഫൈൻസ് ഓൾ അബ്സ്ട്രാക്ഷൻ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷൻ. ഓക്കെ, എല്ലാ കാര്യങ്ങളും അത് ചെയ്യുന്നു, അതാണ് യൂസർ ഇൻ്റർഫേസ് ക്ലാസ്സസ്. ബിസിനസ് ഡൊമെയിൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെത്തേഡ്സും പിന്നെ എന്താണ് അട്രിബ്യൂട്ട്സ് ഒക്കെ വരുന്ന ക്ലാസ്സുകൾ, അതായത് നമ്മുടെ ലോജിക്കൽ ഡിസൈൻ സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ. ദീസ് ക്ലാസ്സസ് ആർ കോമൺലി റിഫൈൻഡ് ഓഫ് അനാലിസിസ് ക്ലാസ്സസ്. ദീസ് ക്ലാസ്സസ് ആർ recognized as attributes and methods which are required to implement the elements of business domain. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് ക്ലാസ്സസ്. പ്രോസസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലെവൽ, അതായത് ആബ്സ്ട്രാക്ഷൻ ലെവൽ. ഈ ബിസിനസ് ഡൊമെയിൻ മൊത്തം മാനേജ് ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, അത് എന്താണ്? ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ് ലോവർ ലെവൽ ബിസിനസ് അബ്സ്ട്രാക്ഷൻ വിച്ച് ഈസ് നീഡഡ് ടു കംപ്ലീറ്റ്ലി മാനേജ് ദി ബിസിനസ് ഡൊമെയിൻ ക്ലാസ്സസ്. ഓക്കെ, ദെൻ പെർസിസ്റ്റൻസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർമനൻ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. Okay, it shows data stores that will persist behind the execution of the software. Okay, then system classes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? System classes implements software management and control functions that allow to operate and communicate in computing environment and outside world. ഓക്കെ, അപ്പം ഇതാണ് എന്താ കൺട്രോൾസ് ദി ഫങ്ഷൻ ആൻഡ് ഓപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. ആ ഒരു കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റിൽ എന്താണ് മൊത്തം ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുക ആൻഡ് ഓപ്പറേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിൽ ഒന്ന് കംപ്ലീറ്റ് ആൻഡ് സഫിഷ്യൻറ്റ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്? ഒന്ന് കംപ്ലീറ്റ് ആൻഡ് സഫിഷ്യൻ്റ് ആയിരിക്കണം. അതായത് ഡിസൈൻ ക്ലാസ് മസ്റ്റ് ബി ദി ടോട്ടൽ എൻക്യാപ്സുലേഷൻ ഓഫ് ഓൾ അട്രിബ്യൂട്ട്. ഇപ്പോൾ ഒരു ക്ലാസ് നമ്മളൊരു ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന എല്ലാ അട്രിബ്യൂട്ട്സും മെത്തേഡ്സും അതിൽ തന്നെ വരണം, അത് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, total encapsulation of all attributes and methods which are required to exist for the class. അതാണ് കംപ്ലീറ്റ് ആൻഡ് സഫിഷ്യൻറ്റ്. പ്രിമിറ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദി മെത്തേഡ് ഇൻ ഡിസൈൻ ക്ലാസ് ഷുഡ് ഫുൾഫിൽ വൺ സർവീസസ് ഫോർ ദി ക്ലാസ്. ഇപ്പം നമ്മളൊരു ക്ലാസ് എഴുതുമ്പോൾ ആ ക്ലാസ്സിന് എന്താണ്, ആ ക്ലാസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ആ ക്ലാസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ് അതിൻ്റെ സർവീസ് മൊത്തം അത് ഫുൾഫില്ല് ചെയ്യണം. Okay, the service is implemented with a method, then class should not provide another way to fulfill same thing. ഇപ്പം നമ്മൾ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് എഴുതുന്ന സമയത്ത് അതിൽ ഒരു പോരായ്മ ഉണ്ടാവരുത്. ഓക്കെ, അല്ലെങ്കിൽ വേറെ കോഡ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം ഫുൾഫില്ല് ചെയ്യാൻ ഒരു മെത്തേഡ്, ഇപ്പോൾ ആഡ് എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ ഉള്ളിൽ അഡീഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, അല്ലാതെ അത് വേറൊരു രീതിയിൽ വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അത് ഫുൾഫില്ല് ചെയ്യാൻ നോക്കരുത്. ഓക്കെ,
ദെൻ ഹൈ കൊഹഷൻ. കൊഹഷനും കപ്ലിങ്ങും നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് ഒരു ഫങ്ഷൻ, എന്താണ് കൊഹഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, നമ്മൾ പറഞ്ഞതാണ്. കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ഒരു മൊഡ്യൂളിൽ, ഇപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ആ മൊഡ്യൂളിലുള്ള തന്നെയുള്ള ഫംഗ്ഷന് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ കൊഹഷൻ. കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾഫില്ല് ചെയ്തു പോവാം. ഓക്കെ, അതൊക്കെ തന്നെയാണ് കൊഹഷൻ പറയുന്നത്. കൊഹഷൻ ഡിസൈൻ ക്ലാസ് ആസ് സ്മോൾ ആൻഡ് ഫോക്കസ് ഓൺ സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. ഫോർമുലേറ്റിംഗ് സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. ദി ഡിസൈൻ ക്ലാസ് ആർ അപ്ലൈഡ് സിംഗിൾ മൈൻഡ്ലി ടു ദി മെത്തേഡ്സ് ആൻഡ് അട്രിബ്യൂട്ട്സ്. ദെൻ ലോ കപ്ലിംഗ്. കപ്ലിംഗ് ലോ ആയിരിക്കണം. ഹൈ കൊഹഷൻ ആയിരിക്കണം. പിന്നെ ലോ കപ്ലിംഗ്. ലോ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് മൊഡ്യൂൾസ്, ഇപ്പം പർച്ചേസും സെയിൽസും. ഓക്കെ, അപ്പം പർച്ചേസിൽ നിന്നുകൊണ്ട് സെയിൽസ് കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് കുറവായിരിക്കണം, ലോ കപ്ലിംഗ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓൾ ദി ഡിസൈൻ ക്ലാസ്സസ് ഷുഡ് കൊളാബറേറ്റ് വിത്ത് ഈച്ച് അതർ ഇൻ ഡിസൈൻ മോഡൽ. ദി മിനിമം ആക്സെപ്റ്റബിൾ ഓഫ് കൊളാബറേഷൻ മസ്റ്റ് ബി കെപ്റ്റ് ഇൻ ദിസ് മോഡൽ. ഓക്കെ, കുറവായിരിക്കും, ഡിപ്പെൻഡബിലിറ്റി കുറവായിരിക്കണം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് കുറവായിരിക്കണം. ഇഫ് എ ഡിസൈൻ മോഡൽ ഈസ് ഹൈലി കപ്പിൾഡ് ദെൻ ദി സിസ്റ്റം ഈസ് ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ഡിഫിക്കൽറ്റി വരും, അത് ടു ടെസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓവർ ദി ടൈം. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ കോൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ.